ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ, അപ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയവും കാര്യങ്ങളും സിറ്റുവേഷനൊക്കെ ഇച്ചിരി വളരെ മോശമായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വീഡിയോ ഒന്നും ഇടാൻ പറ്റും. ഇനി തുടർന്ന് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ രാജേഷേട്ടനെ എയർപോർട്ടിലാക്കാൻ പോകുന്ന വീഡിയോ ആണ്. കുഞ്ഞിപ്പെണ്ണ് കുറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് തോളിൽ ആൾ കിടക്കുകയാണ്. അപ്പോൾ നമ്മളിത് കോയമ്പത്തൂർ എയർപോർട്ട് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഏട്ടനെ അവിടെ തിരുപ്പൂരായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് കുറേ വിശേഷങ്ങൾ കാര്യമായിട്ട് ഒരു വീഡിയോ വരുന്നതായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടേക്ക് വരാൻ എളുപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പൊതുവേ രാജേട്ടൻ ഫ്ലൈറ്റിനാണ് പോകുന്നത്, കോയമ്പത്തൂരിൽ നിന്നാണ് പോലെ. എറണാകുളത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ദൂരം കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് അടുത്ത്. അങ്ങനെ നമ്മൾ പിന്നെ ചാർജും കുറവ് ഇവിടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഇതായി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഏട്ടനും അമ്മയും അച്ഛനും തെച്ചും ബസ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാജേട്ടനെ വിട്ടിട്ട് നേരെ ഞങ്ങളിനി പാലക്കാടിലോട്ട്. അവനെ നിധിക്കുട്ടി അവിടെ രാജേട്ടൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചാടി ഇറങ്ങി കയറി പപ്പൻ്റെ കൂടെ പോകാൻ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. നിധിക്കുട്ടിക്ക് അറിയില്ല, നിധിക്കുട്ടി ഇത്തിരി ഒന്ന് അറിയാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് രാജേട്ടൻ ലീവ് കഴിഞ്ഞ് പോകാറായി. ആളൊരു മെഡിക്കൽ ലീവിൽ വന്നതാണ്. കയ്യിൽ ചെറിയ സർജറി കഴിഞ്ഞു. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയെന്നുള്ളത്. ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു 10 വർഷം മുന്നേ കേട്ടോ. അപ്പോൾ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് പെയിൻ വന്നപ്പോൾ അത് സർജറി ചെയ്യുന്നതായിട്ട് വന്നു. അപ്പോൾ ആൾ ഇനി ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൈയൊന്ന് ശരിയാവുള്ളൂ. അപ്പോൾ ആളിതാ ലീവ് കഴിഞ്ഞ് അങ്ങനെ മെഡിക്കൽ ലീവ് കഴിഞ്ഞ് അങ്ങനെ പോവാണ് കേട്ടോ. വന്ന സമയത്ത് ഫുള്ള് ഹോസ്പിറ്റലൈസിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. കാരണം വസുക്കുട്ടി ഹോസ്പിറ്റലൈസ് ആയിരുന്നു, ഓണമൊക്കെ അങ്ങനെയാണ് പോയി കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും കൂടി രാജേട്ടനെ കയറ്റി വിട്ടിട്ട് ഇനി നേരെ പാലക്കാട്ടിലോട്ട് പോവാണ്. അപ്പം ദച്ചുക്കുറുമ്പോൾ ഞാനും ഉണ്ട് പപ്പ എന്നൊക്കെ പറഞ്ഞ് പുറകെ പോകുന്നുണ്ട്. ടാറ്റ നിധി, ടാറ്റ, ബൈ ബൈ. നിധിക്കുട്ടി പപ്പയായി സെറ്റായി വരികയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ലീവ് കഴിഞ്ഞ ആൾ നേരെ പോവാറായി. ടാറ്റ കൊടുക്ക് പപ്പയ്ക്ക്, ടാറ്റ പപ്പ. ഉമ്മ കൊടുക്കും, ഒരു പ്ലെയിൻ കിസ് കൊടുക്ക്. ടാറ്റ പപ്പ. അങ്ങനെ പപ്പ പോയതും കുഞ്ഞിപ്പെണ്ണ് കുറച്ച് കരയാനൊക്കെ തുടങ്ങിയിട്ടോ. അങ്ങനെ ഇപ്പോൾ രാജേട്ടൻ നേരെ ഡൽഹിയിലോട്ട് പോയി. അപ്പോൾ ഹാപ്പി ജേണി. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, അപ്പോൾ അത് ആഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായം പറയുക. അപ്പോൾ ഇനി തുടർന്നുള്ള കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ ശ്രമിക്കാം. സിറ്റുവേഷൻസും സാഹചര്യങ്ങളും വളരെ 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 മോശമായതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ ഇടാൻ ഒന്നിനും ഒരു സമയമൊന്നും കിട്ടുന്നില്ല. ഫുൾ ബിസിയും കാര്യങ്ങളും ഹോസ്പിറ്റൽ കാര്യങ്ങളാണ് കൂടുതലും അങ്ങനെ പോകുന്നത്. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ആയിട്ട് വിടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്താ പറയുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ടാറ്റാ, ബൈ.